നമസ്കാരം. ലോക്കോസ് ആപ്പിൽ അയൽക്കൂട്ടത്തിൻ്റെ കട്ട് ഓഫ് ട്രാൻസാക്ഷനിൽ മെമ്പർ ട്രാൻസാക്ഷൻ എങ്ങനെ ചെയ്യുന്നുവെന്ന് നമ്മൾ നോക്കി. അടുത്തത് ഗ്രൂപ്പ് ട്രാൻസാക്ഷനാണ്. ഗ്രൂപ്പ് ട്രാൻസാക്ഷനിൽ കുറേ സബ് ഹെഡുകളുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ്, ക്ലോസ് ലോൺ, ഗ്രൂപ്പ് ആക്റ്റീവ് ലോൺ, CC ലിമിറ്റ്, ഗ്രൂപ്പ് റെസിപ്റ്റ്, ഫണ്ട് ഗ്രാൻഡ് അഡ്വാൻസ് റിസീവ്ഡ്, ഗ്രൂപ്പ് പേയ്മെൻറ്റ്, ഗ്രൂപ്പ് പ്രോപ്പർട്ടി, ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ്, ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ സമ്മറി എന്നിവയാണ് ആ സബ് ഹെഡുകൾ. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സബ് ഹെഡ് എങ്ങനെ ചെയ്യുന്നുവെന്ന് നമുക്ക് നോക്കാം. കട്ട് ഓഫ് ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയൽക്കൂട്ടം ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷന് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് VOയിലോ CLFലോ ബാങ്കിലോ അയൽക്കൂട്ടം ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡ് എൻ്റർ ചെയ്താൽ മതി. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ഉണ്ടെങ്കിൽ പ്ലസ് ബട്ടൺ ഉപയോഗിക്കുക, നെക്സ്റ്റ് പേജിൽ പോവുക. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് എന്നൊരു ഫീൽഡ് കാണാൻ കഴിയും. അതിൽ 3 ഓപ്ഷനാണുള്ളത്: VO, CLF, ബാങ്ക്. VO, CLF എന്നീ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കോമൺ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വോളണ്ടറി സേവിങ്സ്, കമ്പൽസറി സേവിങ്സ്, ഷെയർ ക്യാപിറ്റൽ, അതർ സേവിങ്സ് എന്നീ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. VOയും CLFും സെയിം ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പാണുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയൽക്കൂട്ടം വോളണ്ടറി സേവിങ്സ് ആയിട്ടോ കമ്പൽസറി സേവിങ്സ് ആയിട്ടോ VOയിലോ CLFലോ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം ഇവിടെ എൻട്രി ചെയ്താൽ മതി. ഷെയർ ക്യാപിറ്റൽ ഇൻ CLF സെലക്ട് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ ഇൻ CLF എന്നൊരു ഹെഡ് ചോദിക്കുന്നുണ്ട്. CLFൽ ഏതെങ്കിലും തരത്തിലുള്ള ഷെയർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഷെയർ ക്യാപിറ്റൽ ഡീറ്റെയിൽസ് അവിടെ നൽകാം. ഇനി അതർ സേവിങ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വോളണ്ടറി സേവിങ്സും കമ്പൽസറി സേവിങ്സും അല്ലാതെ അയൽക്കൂട്ടം VOയിലോ CLFലോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള സേവിങ്സ്, അതായത് ഷെയർ ക്യാപിറ്റലും അല്ലാതെയുള്ള വേറെ ഏതെങ്കിലും തരത്തിലുള്ള സേവിങ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതർ സേവിങ്സ് എന്ന ഹെഡിൽ നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. കോമൺലി നമ്മളുടെ അയൽക്കൂട്ടങ്ങൾ വോളണ്ടറി സേവിങ്സോ കമ്പൽസറി സേവിങ്സോ VOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അഥവാ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് ഇവിടെ എൻട്രി ചെയ്ത് പോകാവുന്നതാണ്. VOയും CLFും കഴിഞ്ഞുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കാണ്. ബാങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. അയൽക്കൂട്ടത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്നോ വേറെ ഏതെങ്കിലും രീതിയിലോ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ നൽകാം. അയൽക്കൂട്ടം ഒരു 50,000 രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റായി ചെയ്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് ഇവിടെ ചെയ്യാം. അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് എന്നുള്ളത് ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് നമ്മൾ വീണ്ടും ഗ്രൂപ്പ് ട്രാൻസാക്ഷനിൽ വരുന്നു. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന സബ് ഹെഡ് നമ്മൾ ചെയ്തു. ഇനി അയൽക്കൂട്ടത്തിൻ്റെ ക്ലോസ്ഡ് ലോൺ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അയൽക്കൂട്ടത്തിൻ്റെ ക്ലോസ്ഡ് ലോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കട്ട് ഓഫ് ഡേറ്റ്, അതായത് നമ്മൾ ചെയ്യുന്ന കട്ട് ഓഫ് ഡേറ്റ് 31/1/2025 ആണ്. ക്ലോസ്ഡ് ഡേറ്റിന് കട്ട് ഓഫ് ഡേറ്റിന് ക്ലോസ് ആയിട്ടുള്ള ലോണുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകേണ്ടത്. അതായത് അയൽക്കൂട്ടം 31/1/2025 മുമ്പ് ലോൺ എടുത്ത് ക്ലോസ് ആയിട്ടുള്ള അയൽക്കൂട്ടങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രം ഇവിടെ എൻട്രി ചെയ്താൽ മതി. ക്ലോസ് ലോൺ ഡീറ്റെയിൽസ് നൽകുന്നതിന് വേണ്ടി ക്ലോസ് ലോൺ കട്ട് ഓഫ് ഗ്രൂപ്പ് ക്ലോസ് ലോൺ എന്ന പേജ് എത്തി അവിടെ പ്ലസ് ബട്ടൺ ഉപയോഗിക്കണം. ഇവിടെ കുറേ ഫീൽഡ് നമുക്ക് കാണാൻ കഴിയും. ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫണ്ട് സോഴ്സ്, നമ്പർ ഓഫ് ക്ലോസ് ലോൺസ്, ടോട്ടൽ ലോൺ എമൗണ്ട്, ഇത്രയും ഫീൽഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ അയൽക്കൂട്ടം ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി ലോൺ എടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ നൽകണം. ഇവിടെ നമുക്ക് VO, CLF, ബാങ്ക് എന്നീ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കാണാൻ കഴിയുന്നത്. കട്ട് ഓഫ് ഗ്രൂപ്പ് ക്ലോസ് ലോൺ എന്ന ഹെഡിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അയൽക്കൂട്ടത്തിന് ലോൺ കിട്ടി ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന ഡേറ്റാസ് ആണ് എൻട്രി ചെയ്യേണ്ടത്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസായി VO, CLF, ബാങ്ക് എന്നീ 3 ഓപ്ഷനാണുള്ളത്. ഇതിൽ നമ്മൾ VO സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫണ്ട് സോഴ്സായി കുറേ ഹെഡുകൾ കാണാൻ കഴിയും. CEF, CIF, എക്യുപ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ബാങ്ക് സഹി, ഇൻഷുറൻസ് സപ്പോർട്ട് ഫണ്ട്, KSB-CDC, മൈക്രോ എൻ്റർപ്രൈസസ് ഡെവലപ്മെൻറ്റ് ഫണ്ട്, PMFME, VRF, WDC, വുമൺ എൻ്റർപ്രൈസസ് ആക്സിലറേഷൻ ഫണ്ട് തുടങ്ങിയ ഹെഡുകൾ നമുക്ക് കാണാൻ കഴിയും.
കോമൺലി വി ഒയിൽ നിന്നും അയൽക്കൂട്ടത്തിന് കിട്ടുന്ന ലോൺ VRF ആണ്. അപ്പോൾ അതുകൊണ്ട് VRF ഇവിടെ ഞാൻ എൻട്രി ചെയ്യുകയാണ്. നമ്പർ ഓഫ് ക്ലോസ് ലോൺ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഫണ്ട് സോഴ്സ് VRF കഴിഞ്ഞാൽ അടുത്തതായി നമ്പർ ഓഫ് ക്ലോസ് ലോൺ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ അയൽക്കൂട്ടത്തിന് വാർഡിൽ നിന്നും VRF ആയി എത്ര ലോൺ കിട്ടി ക്ലോസ് ചെയ്തിട്ടുണ്ടോ ആ കിട്ടിയ ലോണുകളുടെ എണ്ണമാണ് അവിടെ കാണിക്കേണ്ടത്. ഇവിടെ ഞാൻ ഒരെണ്ണം കാണിക്കുന്നുണ്ട്. എന്നിട്ട് ക്ലോസ് ചെയ്ത ലോണിൻ്റെ എമൗണ്ട് ഇവിടെ കാണിക്കുക. അതിനുശേഷം ഡേറ്റാസ് എൻട്രി ചെയ്ത ശേഷം സേവ് ബട്ടൺ കൊടുക്കുക. വീണ്ടും നമുക്ക് ഗ്രൂപ്പിൻ്റെ ക്ലോസ് ലോൺ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യുന്നതിനായി പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് വീണ്ടും ആ പേജിലേക്ക് തന്നെ പോവുക. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുക. VOയിൽ നിന്ന് അതർ ലോൺ ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ VO സെലക്ട് ചെയ്ത് വീണ്ടും ആ ഡേറ്റാസ് എൻട്രി ചെയ്യേണ്ടതാണ്. അതിനുശേഷം CLFൽ നിന്നും അയൽക്കൂട്ടത്തിന് എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് CLF സെലക്ട് ചെയ്യുമ്പോൾ ഫണ്ട് സോഴ്സായി VOയിൽ നൽകിയിട്ടുള്ള അതേ ഫണ്ട് സോഴ്സാണ് നൽകിയിട്ടുള്ളത്. അതിൽ CLFൽ നിന്നും അയൽക്കൂട്ടത്തിന് കിട്ടിയ ലോണുകളിൽ ക്ലോസ് ആയ ലോണുകളുടെ ഡീറ്റെയിൽ ആണ് നമ്മളിവിടെ എൻട്രി ചെയ്യുന്നത്. ഇവിടെ ഞാൻ KSBCDC ആണ് സെലക്ട് ചെയ്യുന്നത്. അതായത് പിന്നോക്ക വിഭാഗ കോർപ്പറേഷനിൽ നിന്നും കിട്ടിയ ബൾക്ക് ലോണിൽ CLF ഈ അയൽക്കൂട്ടത്തിന് നമ്മൾ ഡേറ്റ എൻട്രി ചെയ്യാൻ പോകുന്ന അയൽക്കൂട്ടത്തിന് ഒരു 5 ലക്ഷം രൂപ നേരത്തെ ലോണായി നൽകിയിട്ടുണ്ടായിരുന്നു. അതവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റ എൻട്രിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ക്ലോസ് ലോൺ എന്ന് ചോദിക്കുന്നുണ്ട്. 1 എൻട്രി ചെയ്തു. കാരണം അവർക്ക് ഒരു ലോണാണ് ഈ ഇനത്തിൽ കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ ലോൺ എമൗണ്ട് ചോദിക്കുന്നുണ്ട്. 5 ലക്ഷം രൂപയാണ് അയൽക്കൂട്ടത്തിന് കിട്ടിയതായി ഞാൻ കാണിക്കുന്നത്. ഇത്രയും എൻട്രി ചെയ്ത ശേഷം സേവ് ബട്ടൺ അമർത്തുക. വീണ്ടും ബാക്ക് പേജിലേക്ക് പോകും. വീണ്ടും നമുക്ക് ആ അയൽക്കൂട്ടത്തിൻ്റെ ഗ്രൂപ്പ് ക്ലോസ്ഡ് ലോൺ എൻട്രി ചെയ്യാനുണ്ടെങ്കിൽ വീണ്ടും പ്ലസ് ബട്ടൺ ഉപയോഗിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യുക. CLF ഇനത്തിൽ വേറെ ഏതെങ്കിലും ലോൺ ആ അയൽക്കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് ആവർത്തിച്ച് ചെയ്ത് സേവ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം VOയും CLFും നമ്മൾ ചെയ്തു. ഇനി ബാങ്കിൽ നിന്നും ലോണുകൾ കിട്ടി ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. ഫണ്ട് സോഴ്സായിട്ട് ബാങ്ക് ലോൺ ഉണ്ട്, CMHLS ഉണ്ട്, RKLS ഉണ്ട്. ബാങ്ക് ലോൺ എന്ന് ഉദ്ദേശിക്കുന്നത് ലിങ്കേജ് ലോൺ ആണ്. CMHLS, RKLS. ഞാനിവിടെ ബാങ്ക് ലോൺ സെലക്ട് ചെയ്യുന്നു. നമ്പർ ഓഫ് ക്ലോസ് ലോൺ എന്നുള്ളിടത്ത് 3 എന്ന് സെലക്ട് ചെയ്യുന്നു. അതായത് 3 പ്രാവശ്യം ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ അയൽക്കൂട്ടം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ടോട്ടൽ ക്ലോസ് ലോൺ എമൗണ്ട് 10,000. സേവ് കൊടുക്കണം. വീണ്ടും പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് ബാങ്കിൻ്റെ തന്നെ ഡേറ്റ എൻട്രി ചെയ്യുകയാണ്. ഫണ്ട് സോഴ്സ് CMHLS സെലക്ട് ചെയ്യണം. നമ്പർ ഓഫ് ക്ലോസ് ലോൺ എന്നുള്ളത് 1 സെലക്ട് ചെയ്തു. ടോട്ടൽ ലോൺ എമൗണ്ട് 1 lakh കൊടുത്തു. സേവ് കൊടുക്കുന്നു. ഇനി ആ അയൽക്കൂട്ടത്തിന് RKLS ഇനത്തിൽ ലോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽ പ്ലസ് ബട്ടൺ ഉപയോഗിച്ച് എൻട്രി ചെയ്യാവുന്നതാണ്. ഇതിന് ശേഷം ക്ലോസ് ലോൺ ഡീറ്റെയിൽസ് നമ്മൾ എല്ലാം ചെയ്തു കഴിഞ്ഞു. VO ചെയ്തു, CLF ചെയ്തു, ബാങ്ക് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ ബാക്ക് ബട്ടൺ ഉപയോഗിച്ച് വീണ്ടും മെയിൻ മെനുവിലേക്ക് പോവുകയാണ്. ഇവിടെ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ എന്ന ഹെഡിലെത്തി. ഗ്രൂപ്പ് ട്രാൻസാക്ഷനിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്ലോസ്ഡ് ലോൺ എന്നീ 2 ഹെഡുകളും ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ആക്റ്റീവ് ലോൺ ആണ് ചെയ്യേണ്ടത്. ആക്റ്റീവ് ലോൺ ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ആക്റ്റീവ് ലോൺ എന്ന് പറയുന്നത് നമുക്ക് റെഗുലർ ട്രാൻസാക്ഷനിൽ കണ്ടിന്യൂ ആയി വരുന്നതാണ്. അപ്പോൾ 31/1/2025 ആക്റ്റീവായി നിൽക്കുന്ന ലോണുകളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ഗ്രൂപ്പ് ആക്റ്റീവ് ലോൺ എന്ന ഹെഡിൽ വരുന്നത്. അത് നമുക്ക് റെഗുലർ ട്രാൻസാക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഫീൽഡ് എൻട്രി ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.